തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സ്റ്റാർ കാൻഡിഡേറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാമായിരുന്ന വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പുലിവാൽ പിടിച്ചത് CPM ആണ് എന്ന് പറയേണ്ടി വരും. CPM-നെ അടിക്കാനുള്ള വടി അവർ തന്നെ വെട്ടി കോൺഗ്രസിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. വൈഷ്ണയ്ക്കെതിരെ പരാതി കൊടുത്ത ആൾ തന്നെ കള്ളവോട്ട് ചേർത്തെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. ഒപ്പം കേരളത്തിൽ ഉടനീളം വൈഷ്ണ വിഷയം CPM-നും LDF-നും എതിരായ പ്രചാരണായുധമാക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മുട്ടട വാർഡിൽ ഒതുങ്ങേണ്ടിയിരുന്ന വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തിരുവനന്തപുരത്തിന് പുറത്തേക്ക് കൂടി എത്തിച്ച് സ്ഥാനാർത്ഥിക്ക് അനാവശ്യ മൈലേജ് നൽകി എന്ന വിലയിരുത്തൽ ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങളിലുമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നൽകിയ പരാതി അല്ല എന്നാണ് CPM നേതാവായ ധനേഷ് കുമാർ പറയുന്നത്. എന്തായാലും വൈഷ്ണയുടെ പേര് വെട്ടിയ നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ഒപ്പം ജില്ലാ കളക്ടറുടെ മുന്നിലുള്ള പരാതിയിലും തീരുമാനം വരാനുണ്ട്. വൈഷ്ണയ്ക്കെതിരായ പരാതി രാഷ്ട്രീയമായി തന്നെ CPM-ന് തിരിച്ചടിയാവുകയാണ്. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യിച്ച സംഭവം തലസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. വൈഷ്ണയെ കോർപ്പറേഷന്റെ 100 വാർഡിലും UDF-ന്റെ പ്രചാരണ മുഖമാക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം നിയമപരമായ പോരാട്ടവും നടത്തും. CPM-ന്റേത് വ്യാജ പരാതിയാണ് എന്നും ഇത് രാഷ്ട്രീയമായി വൈഷ്ണയ്ക്ക് തന്നെ ഗുണം ചെയ്യുമെന്നും CPM-ന്റെ ഒരു വിഭാഗവും കണക്കുകൂട്ടുന്നു. വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചതും CPM-ന് ചങ്കിടിപ്പുണ്ടാക്കുന്നുണ്ട്. ഒപ്പം കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതോടെ ഇനി എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് CPM. വൈഷ്ണയുടെ കാര്യത്തിൽ താമസ സ്ഥലത്തിന്റെ TC നമ്പറിൽ വന്ന വ്യത്യാസം മാത്രമാണ് പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നത്. അത് പരിഹരിക്കാനാകുമെന്ന് തന്നെ കോൺഗ്രസും കരുതുന്നു. ഈ പോരായ്മ പരിഹരിക്കപ്പെട്ട് വൈഷ്ണയുടെ വോട്ട് പുനഃസ്ഥാപിച്ചു കിട്ടിയാൽ CPM-ന്റെ അടുത്ത നീക്കം എന്താകും എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേസമയം ധനേഷിന്റെ വീട്ടു നമ്പറിലെ 22 വോട്ടുകൾ വിഷയത്തിൽ CPM-ന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ശബരിനാഥൻ കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പട്ടികയിലെ 2ാം പേരുകാരി എന്ന നിലയിലാണ് വൈഷ്ണയെ കോൺഗ്രസ് അവതരിപ്പിച്ചത്. ജനറൽ സീറ്റായതിനാൽ പുരുഷന്മാർ തമ്മിലുള്ള മത്സരമായിരിക്കുമെന്നും വാർഡ് തങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാകുമെന്നും CPM കരുതി. എന്നാൽ CPM-ന്റെ ഈ കണക്കുകൂട്ടലാണ് ആദ്യം തെറ്റിയത്. പ്രചാരണത്തിന്റെ ആദ്യ റൗണ്ടിൽ വൈഷ്ണ മേൽക്കൈ നേടി. ഇതിനിടയിലാണ് വോട്ടർ പട്ടികയുടെ പേരിൽ കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടിയേറ്റതും പ്രചാരണം നിർത്തിവെക്കേണ്ടി വന്നതും. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തള്ളിയാൽ പകരം ആര് എന്ന ചോദ്യം കോൺഗ്രസിനെ അലട്ടുന്നുമുണ്ട്. NGO അസോസിയേഷന്റെ സംസ്ഥാന നേതാവായിരുന്ന കോട്ടാത്തല മോഹനനും 2023 മുട്ടടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ലാലനുമാണ് പരിഗണനയിൽ ഉള്ളത് എന്നാണ് വിവരം. ജനറൽ വാർഡായതോടെ ലാലനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാമൂഹിക സാഹചര്യമല്ല വാർഡിൽ ഉള്ളത് എന്നാണ് വിലയിരുത്തൽ. വ്യാജ വോട്ടുകൾ ചേർത്തിയാൽ തന്നെ വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയെന്ന രീതിയിലാണ് ധനേഷ് വിഷയം കോൺഗ്രസ് CPM-നെതിരെ ആയുധമാക്കുന്നത്. വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ CPM പ്രവർത്തകനായ ധനേഷ് തന്റെ വീട്ടു നമ്പറിൽ 22 വോട്ടുകൾ ചേർത്തു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. TC 18/2464 എന്ന വീട്ടു നമ്പറാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച സപ്ലിമെന്ററി പട്ടികയിൽ ധനേഷിന്റെ പേരിനൊപ്പമുള്ളത്. ഇതേ വീട്ടു നമ്പറിൽ 21 പേരെ വേറെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രേഖകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആരോപിക്കുന്നു. അനുപമ മാറക്കൽ തോപ്പ്, ശേഖരമംഗലം, RC നിവാസ്, അക്ഷയ, ഭാർഗവ പ്രസാദം, തോപ്പിൽ വീട്, മാറക്കൽ തോപ്പിൽ വീട്, ശക്തി ഭവൻ എന്നിങ്ങനെ 22 പേരുള്ള വീടുകൾ TC 18/2464 എന്ന വീട്ടു നമ്പറിനൊപ്പം ചേർത്തിട്ടുണ്ട്. ഒരു നമ്പറിൽ 22 പേരുകളിൽ വീടുകൾ ഉണ്ടായതാണ് ക്രമക്കേട് ആരോപണം കോൺഗ്രസ് ഉയർത്താൻ കാരണമെന്നാണ് ധനേഷ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. സാങ്കേതിക തകരാറ് മാത്രമാണ് എന്നും ധനേഷ് കുമാർ പറയുന്നു. മുട്ടട വാർഡ് രൂപീകരിച്ച സമയത്താണ് 18/2464 എന്ന TC നമ്പർ ലഭിച്ചത് എന്നും അതിനു മുൻപ് വരെ 3/2464 എന്ന TC നമ്പറിലാണ് നികുതി അടച്ചു വരുന്നത് എന്നും ധനേഷ് പറയുന്നുണ്ട്. തനിക്കും ഭാര്യയ്ക്കും മാത്രമാണ് തന്റെ വീട്ടിൽ വോട്ടുള്ളൂ എന്ന് പറയുന്ന ധനേഷ് കുമാർ പരാതി കൊടുക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ചിട്ടുമുണ്ട്. അതേസമയം ധനേഷ് കുമാറിന്റെ മേൽവിലാസത്തിലും ക്രമക്കേട് ഉണ്ട് എന്ന പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. ഹൈക്കോടതിയിൽ നിന്നും ജില്ലാ കളക്ടറിൽ നിന്നും ഉണ്ടാകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുക. LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് ഏറെ മുന്നോക്കം പോയിരുന്നു. കാര്യമായ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം നടത്താനായി എന്നതും കോൺഗ്രസിന് അനുകൂലമായ ഘടകങ്ങളായിരുന്നു. ഇതിനിടയിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നതല്ല. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കുന്ന സാഹചര്യത്തിൽ വൈഷ്ണ തന്നെ മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരനും വ്യക്തമാക്കിയിട്ടുണ്ട്.